അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി എത്തി. സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തെങ്ങിലെ പട്ട പറിച്ചു തിന്നു. വിവരങ്ങൾ അനീഷ് ആന്റണി നൽകും. അനീഷ്, പോലീസ് സ്റ്റേഷന് മുന്നിലും കാട്ടാന എത്തിയിരിക്കുന്നു, എന്താണ് വിവരം? ഇന്നലെ രാത്രി 10:30 ഈ കാട്ടുകൊമ്പൻ, ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടുകൊമ്പൻ അതിരപ്പള്ളി സ്റ്റേഷന് മുന്നിലെത്തിയത്. സ്റ്റേഷന് മുന്നിലെത്തിയ ആന സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് നിന്നിരുന്ന തെങ്ങിന്റെ പട്ട പറിച്ചു തിന്നുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാര് പുറത്തിറങ്ങിയ ശേഷം ഒച്ചയെടുത്താണ് ഈ ആനയെ തിരികെ അയച്ചത്. ഏകദേശം 10 മിനിറ്റോളം ആന അതേ സ്ഥലത്ത് തന്നെ തുടർന്നു. ഒടുവിൽ പോലീസ് സ്റ്റേഷന് പുറത്തിറങ്ങിയ ശേഷം ഒച്ച വെച്ചാണ് ഈ ആനയെ തിരിച്ചുവിട്ടത്. ഈ ആന നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എരണ്ടകെട്ട് മൂലം ഈ ഏഴാറ്റുമുഖം പ്രദേശത്തെ ഒരു എണ്ണപ്പനത്തോട്ടത്തിൽ അവശ നിലയിൽ ഈ ആനയെ കണ്ടെത്തിയിരുന്നു. അന്ന് മെഡിക്കൽ സംഘം ഉൾപ്പെടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി ആനയ്ക്ക് ചികിത്സ നൽകാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. ഇതിനിടെ ആന വീണ്ടും കാട് കയറുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ആന സ്വയം ആരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു. എരണ്ടം താനെ പുറത്തുപോയി സ്വയം ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം ആന ഇപ്പോൾ ഈ മേഖലയിൽ ജനവാസ മേഖലയിൽ, അതിരപ്പള്ളി മേഖലയിലെ ജനവാസ മേഖലയിൽ വീണ്ടും സജീവമായി എന്ന് വേണം ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ആന ഇന്നലെ എത്തി വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ 10 മിനിറ്റ് മാത്രം ആ സ്ഥലത്ത് തുടർന്ന് സ്റ്റേഷന് മുന്നിൽ തുടർന്ന ശേഷം തിരികെ പോകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ഈ അതിരപ്പള്ളി മേഖലയിൽ മറ്റൊരു കാട്ടാനക്കൂട്ടം ഇറങ്ങി ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ് ആനക്കൂട്ടം ആക്രമണം അഴിച്ചുവിട്ടത്. അവിടുത്തെ ചെടിച്ചട്ടികളും അതുപോലെ ഗ്രില്ലുകളും ഉൾപ്പെടെയുള്ളവ ഈ അന്നിറങ്ങിയ കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി അതിരപ്പള്ളി സ്റ്റേഷന് മുന്നിൽ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയും എത്തിയിരുന്നു. എന്തായാലും ഈ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം അനുദിനം വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഊരുമൂപ്പന്റെ ഭാര്യയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നു. MLA ഉൾപ്പെടെ നേതൃത്വം നൽകിയ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. പക്ഷേ എന്നിട്ടും ആനയുടെ ശല്യത്തിന് യാതൊരു കുറവുമില്ല എന്നാണ് നമുക്ക് ഈ സംഭവങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കാൻ. നമുക്കറിയാം, നിരവധി വിനോദസഞ്ചാരികളാണ് അതിരപ്പള്ളി മലക്കപ്പാറ മേഖലകളിലേക്ക് ഉൾപ്പെടെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, തോട്ടം തൊഴിലാളികളും നിരവധി പേർ ഈ ഭാഗത്ത് ഉണ്ട്. ഇവർക്കെല്ലാം സ്വൈര്യപൂർവ്വം ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒന്നും ഈ മേഖലയിൽ ഇല്ല എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. എന്തായാലും ഈ കാട്ടാന ശല്യത്തിൽ വനംവകുപ്പ് വേണ്ട രീതിയിൽ ഇടപെടണം എന്ന് നാട്ടുകാർ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായിട്ടുള്ള ഒരാവശ്യമാണ് കാട്ടാന ശല്യം അറുതി വരുത്തണം, വേണ്ട രീതിയിൽ വനംവകുപ്പ് ഇടപെടണം എന്ന്. പക്ഷേ യാതൊരുവിധ മാറ്റവും ഇല്ലാതെ ആനശല്യം ഈ മേഖലയിൽ തുടരുകയാണ്. ഫിജി. ശരി അനീഷ്, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് കാട്ടാന എത്തിയത്. ഏഴാറ്റുമുഖം ഗണപതി എന്ന് പേരിട്ടിരിക്കുന്ന ആനയാണ് അവിടെ എത്തിയത്. കാട്ടുകൊമ്പനാണ്. സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തെങ്ങിലെ പട്ട പറിച്ച് തിന്നു.